നമസ്കാരം. KMCN വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചേർത്തല താലൂക്ക് ഓഫീസിലെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്ത് കോടതി. LAR കേസിന്റെ വിധി നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് നടപടി. ജയരാജനെതിരായ നടപടി CPMന്റെ കൈകഴുകലാണെന്ന് KC വേണുഗോപാൽ MP. യഥാർത്ഥ കുറ്റം ചെയ്തവരെ മാറ്റി നിർത്തി മറ്റൊരാളെ ബലിയാടാക്കുന്നുവെന്നും കേസ്. അർത്തുങ്കലിൽ വൻ കഞ്ചാവ് വേട്ട. 7 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പിടിയിലായത് അരൂർ സ്വദേശികളായ വിനോദ, സഞ്ജു എന്നിവർ. ഇവർ ചേർത്തല, ആലപ്പുഴ, അർത്തുങ്കൽ മേഖലയിലെ മൊത്ത കച്ചവടക്കാരെന്ന് പോലീസ്. ചേർത്തല വയലാർ റോഡ് പൊളിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാകുന്നു. ഇതുവഴി നിത്യേന കടന്നുപോകുന്നത് ആയിരക്കണക്കിന് വാഹനങ്ങൾ. രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ച. നികുതി കൊടുക്കുന്ന ജനങ്ങൾ നടുവൊടിഞ്ഞുള്ള യാത്ര തുടരുന്നു. ആരോട് പറയാൻ? വാർത്തകളിലേക്ക് വിശദമായി. ചേർത്തല താലൂക്ക് ഓഫീസിലെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്ത് ചേർത്തല കോടതി. LAR കേസിന്റെ വിധി നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് നടപടി. LAR കേസുമായി ബന്ധപ്പെട്ട് 87,000 രൂപയും പലിശയും ഉൾപ്പെടെയുള്ള തുക സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടിയിരുന്നു. ഇത് സംബന്ധിച്ച് കളക്ടർക്കും തഹസിൽദാർക്കും പല പ്രാവശ്യം നോട്ടീസ് നൽകിയിട്ടും തുക കോടതിയിൽ കെട്ടിവെക്കാതിരുന്ന സാഹചര്യത്തിലാണ് ജപ്തി നടപടികളുമായി ചേർത്തല കോടതി മുന്നോട്ടു പോയത്. ആദ്യം താലൂക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥർ തടസ്സം നിന്നു. പിന്നീട് ആമീൻ നേരിട്ട് ചെന്ന് ജപ്തി ചെയ്യുകയായിരുന്നു. തഹസിൽദാർ ഇരുന്ന കസേര, കമ്പ്യൂട്ടർ, മറ്റ് സ്റ്റാഫിന്റെ 15ഓളം വരുന്ന കസേരകൾ, 10 ടേബിൾ, അലമാര എന്നിവ ജപ്തി ചെയ്തു. വയലാർ സ്വദേശിയായ കാർത്തിയായനി അമ്മയും കുടുംബവും നൽകിയ പരാതിയിന്മേലാണ് നടപടി. LDF കൺവീനർ ജയരാജനെതിരായ നടപടി CPMന്റെ കൈകഴുകലാണെന്ന് KC വേണുഗോപാൽ MP. ജയരാജനെ ബലിയാടാക്കാനുള്ള നടപടിയാണിതെന്നും KC പറഞ്ഞു. CPMും BJPയും തമ്മിലുള്ള ബന്ധം ഇലക്ഷൻ കാലത്ത് ഉണ്ടായതാണെന്ന് വ്യക്തമാണ്. തലസ്ഥാന നഗരിയിൽ മുഖ്യമന്ത്രി അറിയാതെ കൂടിക്കാഴ്ച നടക്കില്ല. മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ നടന്ന കാര്യങ്ങൾക്ക് അന്നൊന്നും നടപടിയെടുക്കാതെ ഇപ്പോഴാണ് നടപടിയെടുക്കുന്നത്. ജയരാജനെ ബലിയാടാക്കാനുള്ള നടപടിയാണ്. യഥാർത്ഥ കുറ്റം ചെയ്തവരെ മറച്ചു നിർത്തി വേറൊരാളെ ബലിയാടാക്കുന്നു. അന്ന് നടന്നത് പാർട്ടിയുമായിട്ടുള്ള ഡീലിംഗ് ആണെന്നും KC വേണുഗോപാൽ MP പറഞ്ഞു. കണ്ടിട്ട് എത്ര വർഷമായി ആ കാര്യത്തിന് പുറത്ത് ഇപ്പോഴാണ് ഈ പുറത്താക്കിയെന്ന് പറഞ്ഞാൽ അത് കൈകഴുകലാണ് CPMന്റെ. BJPയും CPMും ഇലക്ഷൻ കാലത്ത് ഉണ്ടായതാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പൊ VP ജയരാജൻ കണ്ടിട്ടുണ്ടെങ്കിൽ അന്ന് മുഖ്യമന്ത്രി അറിയാതെ കാണോ? തലസ്ഥാന നഗരിയിൽ മുഖ്യമന്ത്രിയുടെ മുക്കിന് മുമ്പിലല്ലേ കണ്ടത്? അപ്പൊ അന്നൊന്നും ചെയ്യാത്ത ആക്ഷൻ ഇന്നെടുക്കുന്നത് അത് കൈകഴുകി ജയരാജനെ ബലിയാടാക്കാൻ വേണ്ടി ചെയ്തതാണ്. യഥാർത്ഥ കുറ്റം ചെയ്തവരെ മറിച്ച് നിർത്തി ബലിയാടാക്കുകയാണ്. ഓൺലൈൻ സേവനങ്ങൾ കൊടുക്കുന്നു എന്ന വ്യാജേന നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആരോപണം തൃശ്ശൂരിൽ ഒരു ഡീൽ നടന്നു. തൃശ്ശൂർ സീറ്റുമായി ബന്ധപ്പെട്ട ഒരു ഡീൽ നടന്നു. അത് ശരിവെക്കുന്നത് അതാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോയിന്റ്. അതാണ് VP ജയരാജനെ പോലുള്ള ഒരു ഉന്നതനായ നേതാവ് തലസ്ഥാന നഗരി മുഖ്യമന്ത്രിയുടെ അടുത്ത പ്രദേശത്ത് ഇത്തരം കൂടിക്കാഴ്ച നടക്കണമെങ്കിൽ എന്തായാലും മുഖ്യമന്ത്രിക്ക് അന്ന് തന്നെ അത് അറിവുണ്ടായിട്ടുണ്ടാവും. ആ അറിവുണ്ടായിട്ട് ഇത്രയും നാൾ കഴിഞ്ഞും ഒരു നടപടിയും സ്വീകരിക്കാതെ ഇപ്പോൾ VP ജയരാജൻ അതിന്റെ പേരിൽ നടപടി സ്വീകരിക്കുന്നത് വെറും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ്. ആ ഡീല് സത്യത്തിൽ പാർട്ടിയുമായിട്ടുണ്ടായതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കമ്പനീസ് ആക്ടിന്റെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിലെല്ലാം പറയുന്നത് ഏറ്റവും കുറഞ്ഞത് തൃക്കുന്നപ്പുഴയും ആറാട്ടുപുഴയും പുറക്കാടും വിറ്റിട്ട് ഈ സർക്കാർ എന്തിന്റെ പേരിലാണ് നടപടി സ്വീകരിക്കുന്നത്? ഭരണകക്ഷി MLA SP ഓഫീസിന് മുന്നിൽ സമരം നടത്തുകയാണ്. ഈ സർക്കാരിലെ സത്യത്തിൽ ഈ സർക്കാരിന് തുടരാനുള്ള എല്ലാ ധാർമ്മികതയും നഷ്ടപ്പെട്ടിരിക്കുന്നുള്ളതാണ്. ഒരു നിയന്ത്രണവും ആരുടെ കയ്യിലുമില്ല. ഈ സർക്കാരിന് ലക്ഷ്യബോധമില്ല. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട സർക്കാരാണ്. ഉത്തരവ് ഗുരുതരമായിട്ട് ഒന്നുകിൽ ഗുരുതരമായിട്ട് അക്കാര്യം ഗുരുതരമായ ആരോപണമാണ് അന്വേഷിക്കണം. അല്ലെങ്കിൽ MLA പറഞ്ഞ തെറ്റാണെങ്കിൽ ആ തെറ്റാണെന്ന് പറയാൻ ആർജവം കാണിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഈ ഖനനം വിലക്കിൽ നിന്ന് BJP ഇതുവരെ വന്നിട്ടില്ല. നാളെ BJP ഈ സമരവുമായി വരുമ്പോൾ ഞാൻ പറയുന്നു, വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അന്ന് നമ്മളെല്ലാവരും വള്ളംകളി മാറ്റിവെച്ചതിനെ അനുകൂലിച്ചവരാണ്. കാരണം ഇത്രയും വലിയ ദുരന്തം നടക്കുമ്പോൾ വള്ളംകളി പോലെയുള്ള ഒരു വലിയ ഉത്സവം നടത്തേണ്ട കാര്യമില്ല അന്ന് എന്ന് നമ്മൾ പറഞ്ഞാൽ. പക്ഷേ നമുക്ക് ഈ നാട്ടിലെ ജനങ്ങളെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റുള്ളൂ. നാട്ടിലെ ജനങ്ങളെ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നേ പറ്റുള്ളൂ. അപ്പൊ ആലപ്പുഴയുടെ ഏറ്റവും വലിയ വൈകാരികമായിട്ടുള്ള ഒരു സംരംഭമാണ് നെഹ്റു ട്രോഫി വള്ളംകളി, ആലപ്പുഴയുടെയും കുട്ടനാടിന്റെയും. അപ്പൊ ആദ്യത്തെ പരിഗണന കൊടുക്കേണ്ടത് അവിടെയല്ലേ, ബേപ്പൂരിനാണ് കൊടുക്കേണ്ടത്. ചേർത്തല വയലാർ റോഡിൽ വാഹനയാത്രികർ ദുരിതമനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാകുന്നു. വയലാർ പാലത്തിന്റെ ഇരുവശങ്ങളിലും കിലോമീറ്ററോളം ഭാഗം റോഡ് തകർന്നിട്ട് യാതൊരു അനക്കവുമില്ലാതെ
നോക്കി നിൽക്കുകയാണ് അധികൃതർ. നികുതി കൊടുത്ത് നടുവൊടിഞ്ഞ് യാത്ര തുടരുന്നു പൊതുജനങ്ങൾ. ആരോട് പറയാൻ? വാർത്താ പരമ്പര തുടരുന്നു. ചേർത്തലയിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ഭൂരിഭാഗം സ്വകാര്യ ബസ്സുകളും കടന്നു പോകുന്നത് ഇതുവഴിയാണ്. റോഡ് പൊളിഞ്ഞ് നാശമായിട്ട് വർഷങ്ങളാകുന്നു. മഴ പെയ്താൽ പിന്നെ കാൽനടയാത്ര പോലും ദുസ്സഹമാണ്. രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ച. പലർക്കും സാരമായ പരുക്കും സംഭവിക്കുന്നു. ഇത്രയും തിരക്കുള്ള റോഡായിട്ടും എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ കിടക്കുന്നതെന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. നികുതി കൊടുത്ത് യാത്ര ചെയ്യുന്നവർക്ക് അവരുടെ വാഹനങ്ങൾ സുഗമമായി കടന്നു പോകാനുള്ള സാഹചര്യം കൂടി ഒരുക്കി കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധരല്ലേ അധികൃതർ? ആരോട് പറയാൻ? അർത്തുങ്കലിൽ വൻ കഞ്ചാവ് വേട്ട. ആലപ്പുഴ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും അർത്തുങ്കൽ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചത്. അരൂർ സ്വദേശിയായ 28 വയസ്സുള്ള വിനോദ്, ചന്ദരൂർ സ്വദേശിയായ 27 വയസ്സുള്ള സഞ്ജു എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 7 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. ഇവർ ഒഡീഷയിൽ നിന്നും കഞ്ചാവ് വരുത്തി ചേർത്തല, ആലപ്പുഴ, അർത്തുങ്കൽ എന്നിവിടങ്ങളിൽ മൊത്തക്കച്ചവടം നടത്തി വരികയായിരുന്നു. നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതികളാണ് ഇവർ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും കൂടുതൽ ലഹരി വിൽപ്പനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. എരമല്ലൂരിൽ ബാറിന് സമീപം പൊറോട്ട കമ്പനിയുടെ സമീപമുള്ള മുറിയിൽ യുവാവിനെ കുത്തേറ്റ് മരിച്ച നിലയിൽ കാണപ്പെട്ടു. കോട്ടയം തിരുവഞ്ചൂർ സ്വദേശിയായ 26-കാരനായ ജയകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. അരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നായർ സർവീസ് സൊസൈറ്റിയുടെ കീഴിലുള്ള സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ MSSS ജില്ലാതല യോഗം ചേർന്നു. ചേർത്തല താലൂക്ക് NSS യൂണിയൻ ഹാളിലാണ് യോഗം ചേർന്നത്. ചേർത്തല താലൂക്ക് NSS യൂണിയൻ ഹാളിൽ താലൂക്ക് NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S മുരളീകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം NSS രജിസ്ട്രാറും സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയുമായ VV ശശിധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. വർക്ക്ഷോപ്പുകളും നമ്മൾ നടത്തി കഴിഞ്ഞു. തിരുവനന്തപുരത്തൊരു വർക്ക്ഷോപ്പും, അത് കഴിഞ്ഞ് ചങ്ങനാശ്ശേരിയിലും, അത് തൃശ്ശൂരും തിരൂരുമായി നമ്മൾ 4 യോഗങ്ങൾ സംഘടിപ്പിച്ചു. ഇത് ലാസ്റ്റ് യോഗമാണ് ചേർത്തലയിൽ നടക്കുന്നത്. ചേർത്തലയിലെ ലാസ്റ്റ് യോഗം നടത്താൻ 30-ാം തീയതിയാണ് വെച്ചിരുന്നത്. നടത്താനുള്ള കാരണം എന്തെന്ന് പറയുന്നത്, നമ്മുടെ പത്മ കഫേ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന അവർക്ക് ചില പ്രയാസങ്ങൾ വന്നു. അവർ പത്മ കഫേ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് യോഗം നടത്താം എന്നുള്ളതുകൊണ്ടാണ് ഈ ഡേറ്റ് ഇങ്ങോട്ട് മാറിയത്. ഈ ശില്പശാല നമ്മൾ സംഘടിപ്പിച്ചതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, എല്ലാ വർഷങ്ങളിലും നമ്മളിതോടെ സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷം അതിനുള്ള കാരണമെന്ന് പറയുന്നത്, നമ്മുടെ ധനലക്ഷ്മി ബാങ്കിൻ്റെ ബഹുമാനായ മാനേജിംഗ് ഡയറക്ടറും സീനിയർ ഉദ്യോഗസ്ഥരുമൊക്കെ നമ്മുടെ ആരാധനായ ജനറൽ സെക്രട്ടറി ഈ കഴിഞ്ഞ ദിവസം, അത് പുതിയ ആളാണ്, അവരുടെ ചാർജ് എടുത്ത മാനേജിംഗ് ഡയറക്ടറാണ്, നമ്മുടെ ജനറൽ സെക്രട്ടറിയെ കാണാൻ വരികയും ബാങ്കുമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതിൻ്റെ അവസരത്തിൽ ഇതുപോലുള്ള ഒരു യോഗം സംഘടിപ്പിക്കണമെന്നും അതൊരു ജോയിൻറ്റ് മീറ്റിംഗ്, അത് ലക്ഷ്മി ബാങ്കും NSS സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്ന് നടത്തുന്ന ജോയിൻറ്റ് മീറ്റിംഗായിട്ട് സംഘടിപ്പിക്കണമെന്നും ആ മീറ്റിങ്ങിൽ നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ നമുക്ക് ഈ മേഖലയിൽ ചെയ്യാവുന്ന കാര്യങ്ങൾക്കൊരു ടാർഗറ്റ് തയ്യാറാക്കണമെന്നും ആ ടാർഗറ്റ് എത്രയും നല്ല രീതിയിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമം ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും MSSൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നൊക്കെ ഉള്ള ഒരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള ശില്പശാലകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഈ മീറ്റിംഗ് ശ്രദ്ധയിലും കൂടെ വന്ന് കണ്ടപ്പോൾ വളരെയധികം അഭിമാനം തോന്നി. ധനലക്ഷ്മി ബാങ്കിനെയൊക്കെ പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മീറ്റിംഗാണ്. അവരുടെ ടാർഗറ്റ് കൂട്ടാനും അച്ചീവ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മീറ്റിംഗാണ്. അപ്പോൾ അതേ സ്റ്റൈലിൽ അതേ സ്റ്റാറ്റസിൽ ആ മീറ്റിംഗ് ഇവിടെ ഓർഗനൈസ് ചെയ്ത എല്ലാവരോടും പ്രത്യേകിച്ച് നമ്മുടെ താലൂക്കിൻ്റെ പ്രസിഡൻ്റ് സ്ഥലത്തില്ല,
അദ്ദേഹം സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി വിദേശത്താണ്. സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ പി നാരായണൻ നായർ സമന്നതി നബാർഡ് പദ്ധതികൾ, പരിശീലന പരിപാടികൾ എന്നിവ വിശദീകരിച്ചു. എറണാകുളം ധനലക്ഷ്മി ബാങ്ക് റീജിയണൽ ഹെഡ് അരുൺ സോമനാഥൻ നായർ, ധനലക്ഷ്മി ബാങ്ക് സീനിയർ മാനേജർ രാജേഷ് അലക്സ് എന്നിവർ ബാങ്കിന്റെ വായ്പ, ഇൻഷുറൻസ്, വായ്പ തിരിച്ചടവ്, കുടിശ്ശിക നിവാരണം എന്നിവ വിശദീകരിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറിമാർ അതാത് താലൂക്കുകളിലെ MSSS പ്രവർത്തനങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. ചേർത്തല താലൂക്ക് MSSS പ്രസിഡന്റ് CB മോഹനൻ നായർ സ്വാഗതവും NSS യൂണിയൻ സെക്രട്ടറി S ജയകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. യോഗത്തിൽ അമ്പലപ്പുഴ, ചേർത്തല, കാർത്തികപ്പള്ളി, കുട്ടനാട്, മാവേലിക്കര, ചെങ്ങന്നൂർ, നോർത്ത് പറവൂർ, കോതമംഗലം, മൂവാറ്റുപുഴ, ആലുവ, കണയന്നൂർ, കുന്നത്തുനാട്, തൊടുപുഴ എന്നീ താലൂക്ക് യൂണിയനുകളിലെ യൂണിയൻ സെക്രട്ടറിമാർ, അഡീഷണൽ ഇൻസ്പെക്ടർമാർ, MSSS പ്രോഗ്രാം കോർഡിനേറ്റർമാർ എന്നിവർ പങ്കെടുത്തു. ചേർത്തല ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിൽ വീണ്ടും വൃക്ഷങ്ങൾ തഴച്ചു വളരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരങ്ങൾ വെട്ടിമാറ്റിയതെങ്കിലും വീണ്ടും ആൽമരം വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. നിരവധി സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ചേർത്തല മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിൽ ആൽമരങ്ങൾ തഴച്ചു വളരുന്നത് അപകടങ്ങൾക്ക് വഴിതെളിച്ചേക്കാം. സംഭവം വാർത്തയായതിനെ തുടർന്ന് മരം മുറിച്ചു മാറ്റിയെങ്കിലും വേരുകൾ ഉൾപ്പെടെ പിഴുതെറിയാത്തതിനാൽ വീണ്ടും മരം വളർന്നു തുടങ്ങി. ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അറ്റകുറ്റപ്പണിക്കായി 15 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും കരാറുകാരെ ലഭിക്കാത്തതാണ് തടസ്സത്തിന് കാരണമെന്ന് ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ KMCN വാർത്തയോട് പറഞ്ഞു. അവിടെ ഒരു വലിയൊരു ആലുണ്ടായിരുന്നു. അത് ഫയർഫോഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് അത് വെട്ടിക്കളയുകയും എല്ലാം ചെയ്തുവെങ്കിലും നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ട്, ആല് പിന്നെയും കിളുത്ത് വരിക. അതായത് വേര് പൂർണ്ണമായിട്ടും നമ്മൾക്കത് നീക്കം ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോഴും അത് ചെറുതായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അത് നീക്കം ചെയ്യുവാനായിട്ട് ഫയർഫോഴ്സിൻ്റെ സഹായം നമ്മൾ തേടും. പിന്നെ അതിനകത്ത് പറയാനായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ലക്ഷം രൂപ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ പദ്ധതിക്കും വേണ്ടിയിട്ട് സാമ്പത്തികം നമ്മൾ വയ്ക്കാതിരിക്കുമല്ല, ഇഷ്ടംപോലെ പൈസകൾ നമ്മൾ ആവശ്യാനുസരണം നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഫണ്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. പക്ഷേ ഒരു കോൺട്രാക്ടർമാരും അത് എടുക്കുന്നില്ല എന്നുള്ളതായിട്ടുള്ള ഒരു ദുഃഖസത്യം ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. കരാർ എടുക്കാൻ ആളുണ്ടെങ്കിൽ കെട്ടിടത്തിന്റെ എല്ലാ അറ്റകുറ്റപ്പണികളും ഉടൻ തീർക്കുമെന്നും മരങ്ങൾ ഫയർഫോഴ്സിനെ കൊണ്ട് നീക്കം ചെയ്യുമെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു. KMCN ചേർത്തല. SNDP യോഗം അരൂർ കിഴക്ക് ശാഖയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം നടന്നു. SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. SNDP യോഗം അരൂർ കിഴക്ക് 960 നമ്പർ ശാഖയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്നത്തെ നേതൃത്വം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന, അതായത് യൂണിയൻ നേതൃത്വം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ചിലർക്ക് സ്ഥാനം കിട്ടാതെ പോയി കഴിഞ്ഞപ്പോൾ പുതിയ ഭൂതോദയമായി ഇറങ്ങി അനാവശ്യമായി SNDP യോഗത്തെ ചീത്ത വിളിക്കുന്ന ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എവിടെ SNDP യോഗം നിൽക്കുന്നു, അതായത് ഇവർ നടത്തുന്ന കേസുകൾ, അതുപോലെ തന്നെ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ കൊണ്ട് SNDP യോഗത്തിന് ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ്, SNDRSനുണ്ടായ ഡെവലപ്മെന്റുകൾ നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതായത് ഇന്നത്തെ യോഗ നേതൃത്വം അധികാരത്തിൽ വരുന്നത് SNDP യോഗം സ്ഥാപിച്ച 96 വർഷങ്ങൾക്ക് ശേഷമാണ്. SNDP യോഗം സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ ഗുരുദേവൻ പറയുന്നുണ്ട്, കടപ്പുറത്തെ മണ്ണ് പോലെയാണ് ഈ സമുദായം. ആ ഗുരുദേവൻ തന്നെ പിൽക്കാലത്ത് പറയുന്നുണ്ട്, 100 വർഷം കഴിയുമ്പോൾ നമ്മുടെ യോഗം നന്നാകും എന്ന ഗുരുദേവന്റെ അനുഗ്രഹമുള്ള നാളുകളിൽ SNDP യോഗം സ്ഥാപിച്ച് 96 വർഷങ്ങൾക്ക് ശേഷം ഇന്നത്തെ യോഗ നേതൃത്വം അധികാരത്തിൽ വരികയുണ്ടായി. യോഗം കൗൺസിലർ PT മന്മഥൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യോഗം ദേവസ്വം സെക്രട്ടറി അരേക്കണ്ടി സന്തോഷ് മുഖ്യ പ്രഭാഷണം നടത്തി. ചേർത്തല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ T അനിയപ്പൻ സംഘടനാ സന്ദേശം നൽകി. ശാഖാ സെക്രട്ടറി CS ബാബു സ്വാഗതവും വൈസ് പ്രസിഡന്റ് TP സനിൽ നന്ദിയും പറഞ്ഞു.
അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാഖി ആന്റണി, SNDP യോഗം അരൂർ മേഖലാ ചെയർമാൻ VP ത്രിദീപ് കുമാർ, മേഖലാ കൺവീനർ KM മണിലാൽ, കമ്മിറ്റി അംഗം V ശശികുമാർ, ചേർത്തല യൂണിയൻ മുൻ സെക്രട്ടറി VN ബാബു, മുൻ പ്രസിഡന്റ് KV സാബുലാൽ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. അരൂർ ചന്തിരൂരിൽ വീണ്ടും വാഹനാപകടം. കണ്ടെയ്നർ ലോറി ഇടിച്ച് 48-കാരൻ മരിച്ചു. അരൂർ പഞ്ചായത്ത് 10-ാം വാർഡിൽ തറയപ്പറമ്പിൽ രാജേഷാണ് മരിച്ചത്. അരൂരിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം. ഓണം അടുത്തതോടെ ചേർത്തല നഗരത്തിൽ പരിശോധന കർശനമാക്കി പോലീസ്. ഇരുചക്ര വാഹനങ്ങൾ കൂടാതെ മറ്റു വാഹനങ്ങളും പരിശോധിച്ചു തുടങ്ങി. ഓണം വരുന്നതോടെ ചേർത്തല നഗരത്തിൽ പോലീസും എക്സൈസും പരിശോധന കർശനമാക്കി. മദ്യപിച്ച് വാഹനമോടിക്കുന്നവരെ പിടികൂടുന്നതിന് പുറമെ ലഹരി വസ്തുക്കൾ കൈമാറുന്നുണ്ടോ എന്നുകൂടി പോലീസും എക്സൈസും ശ്രദ്ധിക്കുന്നുണ്ട്. ഓണത്തോടനുബന്ധിച്ച് ഇടറോഡുകളിൽ ഉൾപ്പെടെ പരിശോധന കർശനമാക്കാനാണ് തീരുമാനം. ചരമവാർത്ത. തുറവൂർ വളമംഗലം തെക്ക് താഴക്കാട്ട് നികർത്തിൽ EK മോഹനൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. അർത്തിങ്കൽ തയ്യിൽ ജോസി എന്ന് വിളിക്കുന്ന ഔസേപ്പച്ചൻ നിര്യാതനായി. സംസ്കാരം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സെന്റ് ആൻഡ്രൂസ് ബസലിക്ക സെമിത്തേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർത്തല താലൂക്ക് ഓഫീസിലെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്ത് കോടതി. LAR കേസിന്റെ വിധി നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് നടപടി. ജയരാജനെതിരായ നടപടി CPMന്റെ കൈകഴുകലാണെന്ന് KC വേണുഗോപാൽ MP. യഥാർത്ഥ കുറ്റം ചെയ്തവരെ മാറ്റി നിർത്തി മറ്റൊരാളെ ബലിയാടാക്കുന്നുവെന്നും കേസ്. അർത്തുങ്കലിൽ വൻ കഞ്ചാവ് വേട്ട. 7 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പിടിയിലായത് അരൂർ സ്വദേശികളായ വിനോദ, സഞ്ജു എന്നിവർ. ഇവർ ചേർത്തല, ആലപ്പുഴ, അർത്തുങ്കൽ മേഖലയിലെ മൊത്ത കച്ചവടക്കാരെന്ന് പോലീസ്. ചേർത്തല വയലാർ റോഡ് പൊളിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാകുന്നു. ഇതുവഴി നിത്യേന കടന്നുപോകുന്നത് ആയിരക്കണക്കിന് വാഹനങ്ങൾ. രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ച. നികുതി കൊടുക്കുന്ന ജനങ്ങൾ നടുവൊടിഞ്ഞുള്ള യാത്ര തുടരുന്നു. ആരോട് പറയാൻ? ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.